സോ ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സെൽ സൈക്കിളിൽ മൈറ്റോസിസ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ലൈവ് സെഷനിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദം. അതിനുശേഷം ഈ വീഡിയോ കാണാൻ വരിക, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, സോ നമ്മൾ മൈറ്റോസിസിൻ്റെ ആദ്യത്തെ രണ്ട് ഫേസസ് ആയ പ്രോ ഫേസും പ്രോ മെറ്റാഫേസും ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ പ്രോ ഫേസിൽ ക്രോമസോം കണ്ടൻസ് ചെയ്യും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസംബിൾ ചെയ്ത് തുടങ്ങും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്പിൻഡിൽ ഫൈബേഴ്സ് സൈഡിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങും, രണ്ട് പോൾസിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങും നമ്മൾ പറഞ്ഞു. പ്രോ മെറ്റാഫേസിൽ യു ക്യാൻ സീ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഡിസംബ്ലി കംപ്ലീറ്റ് ആയി. സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ രണ്ട് പോൾസിലോട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് എത്തി, അല്ലെങ്കിൽ സെൻട്രോസോംസിൻ്റെ രണ്ട് പോൾസിലോട്ട് എത്തി. അവിടുന്ന് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, യു ക്യാൻ സീ ദാറ്റ് സിൻസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ദ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്യാൻ കം in direct contact with the chromosome, and hence the spindle fibers can make direct connections with the kinetochore. അങ്ങനെ kinetochore ആയിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ മേക്കിംഗ് കണക്ഷൻസ് വിത്ത് ദി kinetochore. അപ്പോൾ ക്രോമസോമുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കെട്ടിട്ട് വെക്കും, അല്ലേ, കണക്ട് ചെയ്ത് വെക്കും. ഇനി ഇവിടെ തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള മൈറ്റോസിസ് ഉണ്ട്. ചില കേസിൽ ചില ഓർഗാൻസിൽ എന്തില്ല, ഈ സെൻട്രോസോം ഒന്നുമില്ല. അപ്പോൾ എന്താ സെൻട്രോസോം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ടു ദി പ്രീവിയസ് ക്ലാസ്. അവിടെ വാട്ട് സെൻട്രോസോം എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ചില കേസിൽ ദ കേസ് ഓഫ് ഹയർ പ്ലാന്റ്സ് ദർ ആർ നോ സെൻട്രോസോംസ്. സെൻട്രോസോംസ് ഇല്ലാതെയാണ് അവിടെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷനും ആസ്റ്റേഴ്സും ഇല്ലാട്ടോ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് സ്പിൻഡിൽ വരുന്നു ഡൗട്ട് ഉണ്ടാവും, അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്നോട് പറയൂ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഓക്കെ, അപ്പോൾ എനിവേസ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ഞാൻ പറഞ്ഞു സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കുന്നത് വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് സെൻട്രോസോമാണ്. അങ്ങനത്തെ മൈറ്റോസിസിനാണ് നമ്മൾ അനാസ്ട്രൽ മൈറ്റോസിസ്. അവർക്ക് സെൻട്രോസോമും ഇല്ല, ആസ്റ്റോസും ഇല്ല. സോ വി കോൾ ദാറ്റ് കൈൻഡ് ഓഫ് മൈറ്റോസിസ് ആസ് അനാസ്ട്രൽ മൈറ്റോസിസ്. നൗ വാട്ട് ഈസ് ആസ്ട്രൽ മൈറ്റോസിസ്? ആസ്ട്രൽ മൈറ്റോസിസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആസ്ട്രൽ മൈറ്റോസിസ്? മൈറ്റോസിസ് ഇൻ വിച്ച് സ്പിൻഡിൽ ഫോർമേഷനിൽ സ്പിൻഡിൽ ഹാസ് സെൻട്രോസോംസ് ആൻഡ് ആസ്റ്റോസ് ആർ കോൾഡ് ആസ്ട്രൽ മൈറ്റോസിസ്. സോ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കാം. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സെഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് ദി മെറ്റാഫേസ്. നോ മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ എന്താണ് മെറ്റാഫേസ് നടക്കുന്നത്? ദാറ്റ് യു ക്യാൻ സി ഈ ഒരു ജിഫിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അല്ല, മെറ്റാഫേസിൽ ന്യൂക്ലിയസിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഒരു മാറ്റം നടക്കുന്നുണ്ട്. എന്താണ് മാറ്റം നടക്കുന്നത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു പോള്, ഇത് വേറെ പോള്. ഇപ്പോൾ രണ്ട് പോളിലോട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞു. അവർ കൈനറ്റോകോർ ക്രോമസോംസിൻ്റെ കൈനറ്റോകോറോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിവലി നടത്തിയിട്ട് ദിൽ അറേഞ്ച് ഓൾ ദി ക്രോമസോം അറ്റ് ആൻ ഇമാജിനറി പ്ലെയിൻ വിച്ച് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് പോൾസ്. രണ്ട് പോളുകളിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു ഇമാജിനറി പ്ലെയിനിൽ അവർ എന്ത് ചെയ്യും? ദിൽ അറേഞ്ച് ദ ക്രോമസോം. ഇത് സെല്ലിൻ്റെ സെൻറ്റർ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ബട്ട് ഇത് എന്തിൻ്റെ സെൻറ്ററിലായിരിക്കും? ഈ രണ്ട് പോൾസിൻ്റെ നടുക്കായിരിക്കും. സോ ആ ഒരു പ്ലെയിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെറ്റാഫേസിക് പ്ലേറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇമാജിനറി പ്ലെയിൻ എന്ന് വിളിക്കും. സോ the oscillating forces of the spindle fibers and the push and pull forces of the spindle fiber will result in the arrangement of the chromosomes എവിടെ? on the metaphasic plate. അതാണ് മെറ്റാഫേസിൽ നടക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ഒരു പോയിന്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ദി ക്രോമസോം, വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ക്രോമസോം? നൗ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ഈച്ച് ക്രോമസോം, ഒരു ക്രോമസോം എന്ന് പറയുന്ന ഒരു ബൈവാലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബൈവാലൻ്റ്, അതായത് അത് അവരുടെ ഡോട്ടർ, അതായത് ഇത് പേരൻ്റാണ്, ദിസ് ഇസ് ഡോട്ടർ. സോ ക്രോമസോമിൻ്റെ ഇത് അച്ഛൻ്റെ പെറ്റേണലാണ്, ഇത് മെറ്റേണലാണ്, ഇതേ മെറ്റാണത്. ഇവരെല്ലാം ഇങ്ങനെ ബൈവാലൻ്റ് ആയിട്ടിരിക്കുകയാണ്, അവർ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ ഡോട്ടർ ക്രൊമാറ്റിഡ്സ് ആർ അറ്റാച്ച് അറ്റ് ദ റീജിയൻ ഓഫ് സെൻട്രോസോം. ഡോട്ടർ ക്രൊമാറ്റിഡ്സ് സെൻട്രോമിയറിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ദി സ്ട്രക്ചർ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഈ സ്റ്റേജിൽ എങ്ങനെയാണ് നിങ്ങൾ ഒന്നുകൂടെ ഓർത്തേക്കുക. എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്? ആക്ച്വലി അവർ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ഇത് ഡോട്ടർ ക്രോമസോംസ് എന്ന് പറയുന്നത് പേരൻറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും അറ്റ് ദ റീജിയൻ ഓഫ് സെൻട്രോമിയർ. അവർ ഇങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ഇവിടെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് മെറ്റേണലാണ്, ഇത് പെറ്റേണലാണ്, ഇത് മെറ്റേണൽ വേറെ ഉണ്ട് കേട്ടോ. ഇനി now this is how the chromosome appears right now. Okay,
ഇനി സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ മെറ്റാഫേസിൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അടുത്ത സ്റ്റേജ് ഇസ് നോൺ ആസ് ദി അനാഫേസ്. നോ വാട്ട് ഹാപ്പൻസ് ഇൻ ദ അനാഫേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് അനാഫേസിൽ നടക്കുന്നതെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഡോട്ടർ ക്രോമസോംസും ഇപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ക്രൊമാറ്റിഡ്സും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് അറ്റാച്ച് അറ്റ് ദ റീജിയൻ ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയറിൽ മാത്രമായിട്ടാണ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇവർ അറ്റാച്ച് ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു സ്ലൈഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ആർ അറ്റാച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൊഹിസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയാം. പ്രോഫേസ് തുടങ്ങുമ്പോൾ തന്നെ പ്രോഫേസ് അല്ലെങ്കിൽ പ്രോഫേസ് അല്ല, സിന്തറ്റിക് ഫേസ് എസ് ഫേസിലാണല്ലോ മെയിൻലി DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ട 2 സെറ്റും, അതായത് ഒരു പേരൻറ്റ് DNA നിന്നാണല്ലോ ഒരു ഡോക്ടർ ഉണ്ടാകുന്നത്. ഇവർ 2 പേരും ഒരുമിച്ച് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അവരെ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനാണ് കൊഹിസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. നോ, അവർ പ്രോഫേസിൽ ഇരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നോ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രോഫേസിലെത്തുമ്പോൾ ഈ കൊഹിസിൻ എവിടെ നിന്ന് റിമൂവ്ഡ് ആവും? 2 ആംസിൽ നിന്നും റിമൂവ്ഡ് ആവും. അവരെവിടെ മാത്രം ഇപ്പോൾ DNA കണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിഡ്സ് ആയിട്ടുണ്ട്. ക്രൊമാറ്റിഡ്സ് ആയ സ്റ്റേജിൽ എന്താണ് 2 ആംസിൻ്റെ അവിടെ നിന്നും എന്ത് റിമൂവ്ഡ് ആവും? ഈ കൊഹിസിൻ റിമൂവ്ഡ് ആവും. ആൻഡ് കൊഹിസിൻ ക്യാൻ ബി സീൻ only at the region of centromere. അവിടെ മാത്രമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ 2 ഡോട്ടർ ക്രോമസോംസ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ബട്ട് അനാഫേസിൽ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അവർ അവിടെയും അറ്റാച്ച്ഡ് അല്ല. കൊഹിസിൻ അവിടെ നിന്ന് റിമൂവ്ഡ് ആയിപ്പോയി. അപ്പോൾ 2 ഡോട്ടേഴ്സ് ഇപ്പോൾ നമുക്ക് അവരെ റിമൂവ് ചെയ്യാം, 2ആയിട്ട് പകുത്താൻ പറ്റും, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ നോ മോർ അറ്റാച്ച്ഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് അനാഫേസ്. അനാഫേസിൽ അതുവരെ 2 ക്രോമസോംസും ദേ വെർ അറ്റാച്ച്ഡ് ഇൻ ദ റീജിയൻ ഓഫ് സെൻട്രോമിയർ. ഇപ്പോൾ നൗ ദേ ആർ നോ ലോങ്ങർ അറ്റാച്ച്ഡ്. സോ ദേ ക്യാൻ ബി ഡിവൈഡഡ്, they can be pushed, or they can be pulled to the both poles. Now that's what happens in the case of anaphase. Now anaphase എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ what happens, the sister chromatid separates. Now the sister chromatids or the daughter chromatids, they separate to opposite poles. 2 പോൾസിലോട്ട് അവർ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ നമ്മൾ ഡോട്ടർ ക്രൊമാറ്റിഡ്സ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെയും ഡോട്ടർ ക്രൊമാറ്റിഡ്സ് എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇത്രയും നേരം സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് അവർ എന്തായി മാറുകയാണ്? ഡോട്ടർ ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറുകയാണ്. ഡോട്ടർ ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറി ദേ ആർ മൂവിങ് ടു ദി ഓപ്പോസിറ്റ് പോൾസ്, ദേ ആർ മൈഗ്രേറ്റിംഗ് ടു ദി ഓപ്പോസിറ്റ് പോൾസ്. ദാറ്റ്സ് what happens in the anaphase. So anaphase എന്താണ് നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരുന്ന സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അല്ലെങ്കിൽ ഡോട്ടർ ക്രൊമാറ്റിഡ്സ്, ദേ ആർ ആക്ച്വലി അറ്റ് ദ റീജിയൻ ഓഫ് സെൻട്രോമിയറിൻ്റെ അവിടെ അറ്റാച്ച്ഡ് ആയിരുന്നു. ആ ഒരു അറ്റാച്ച് ചെയ്തതിന് കൊഹിസിൻ എന്ന പ്രോട്ടീൻ റിമൂവ് ആവുന്നതോടുകൂടി ഇവർ 2 പേരും സെപ്പറേറ്റ് ആവുകയാണ്. സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവർ എന്ത് ചെയ്ത് തുടങ്ങും? സ്പിൻഡിൽ ഫൈബേഴ്സ് പതുക്കെ ഇവർ 2 സൈഡിലോട്ടും വലിച്ചു തുടങ്ങും. ദിസ് ഈസ് വാട്ട് യു ക്യാൻ സീ. ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. 2 സൈഡിലോട്ട് അവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ? ഇവിടെ you can very clearly see how these are pulled to the both poles, or the opposite poles. അപ്പോൾ ഇങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദി ക്രോമസോമിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഓൾറെഡി സ്ട്രക്ചർ ഓഫ് ക്രോമസോമിൽ പറഞ്ഞാണ് പുള്ള് ചെയ്യുമ്പോൾ മെറ്റാസെൻട്രിക് ആയിട്ടുള്ള ക്രോമസോംസ് ആണെങ്കിൽ വി ഷേപ്പിലാണ് പോകുക, പുൾഡായി പോകും. അത് ഇവിടെ വി ഷേപ്ഡ് പുൾഡായി പോകും. അതല്ല കുറച്ച് എന്താണ് സബ് മെറ്റാസെൻട്രിക് ആണെങ്കിൽ ഐ ഷേപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എൽ ഷേപ്ഡ് ആയിരിക്കും, നമ്മുടെ ഏകദേശം എൽ ഷേപ്ഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് കേട്ടോ. യു ക്യാൻ സീ ഹിയർ ക്ലിയർലി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ 2 സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണ്. നൗ ഹൗ ദിസ് മൂവ്മെൻറ്റ് ഇസ് കോസ്ഡ്, ഹൗ ദിസ് പുള്ളിങ് ഓഫ് ക്രൊമാറ്റിഡ്സ് ടു ബോത്ത് പോൾസ് ഒക്കെ ഇത് നടത്തുന്നത് 2 രീതിയിലാണ് നടത്തുന്നത്. 2 രീതിയിലുള്ള മാറ്റങ്ങളാണ് സ്പിൻഡിൽ ഫൈബേഴ്സിൽ ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന പോലെ ക്രോമസോംസ് അല്ലെങ്കിൽ ക്രൊമാറ്റിഡ്സ്, ഡോട്ടർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് 2 സൈഡിലോട്ടും പോകുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ മാറ്റം? ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്കറിയാം സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള മൈക്രോ ട്യൂബ്യൂൾസ് ആണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ആസ്ട്രൽ മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഞാൻ ഓൾറെഡി വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം, സോ ദാറ്റ് യു ക്യാൻ ഹാവ് ആൻ ഐഡിയ. നൗ ദീസ് ആർ ദി ആസ്ട്രൽ മൈക്രോ ട്യൂബ്യൂൾസ്. Now centromeres അല്ലെങ്കിൽ ക്രോമസോംസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാത്തതാണ് പോളാർ മൈക്രോട്യൂബ്യൂൾസ്, ആൻഡ് ദോസ് വിച്ച് ആർ അറ്റാച്ച് ടു ദി കൈനറ്റോകോർ ഇസ് നോൺ ആസ് കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസ്. 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ആസ്ട്രൽ മൈക്രോട്യൂബ്യൂൾസ്
ഈ പറയുന്ന സ്പിൻഡിൽ ഫൈബറിനെ സെൽ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ ഓൾറെഡി പറഞ്ഞാണ്. സോ ദേ ആർ പ്ലേസ്ഡ് ഇൻ ദാറ്റ് പൊസിഷൻ ഇറ്റ് സെൽഫ്. പോളാർ മൈക്രോട്യൂബ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുകയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പുള്ളിങ് ആൻഡ് പുഷിങ് നമ്മൾ പറഞ്ഞു. ഇനി കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസ് ഗെറ്റ് അറ്റാച്ച് ടു ദി സെൻട്രോമിയർ ദർ വിച്ച് അങ്ങനെയാണ് കോണ്ടാക്ട് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, വാട്ട് റിയലി ഹാപ്പൻസ് ഹിയർ എന്ന് നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് നടക്കുന്നത് എന്താണ്, ഷോർട്ടനിങ് ഓഫ് കൈനറ്റോകോർ മൈക്രോട്യൂബിൾസ്. കൈനറ്റോകോർ മൈക്രോട്യൂബിൾസ് ഡീപോളിമറൈസ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മൈക്രോട്യൂബിൾസ് ആർ ഓൾ മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ മോണോമർ യൂണിറ്റ്. ഒരു പെർട്ടിക്കുലർ മോണോമർ യൂണിറ്റ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നീളം കൂടുന്ന പ്രോസസ്സ് നമ്മൾ പോളിമറൈസേഷൻ എന്നും, അവർ നീളം കുറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു മുത്തുമാല കോർക്കുമ്പോൾ അതിൻ്റെ നീളം കൂടുമല്ലോ, അത് നമ്മൾ പോളിമറൈസേഷൻ എന്നും. ഇനി ആ മുത്തുമാലിൽ നിന്ന് മുത്ത് പറിച്ച് കളയും, ഓരോ മുത്തായിട്ട് ഇളക്കി മാറ്റാൻ അതിൻ്റെ നീളം കുറയുമല്ലോ, അതിനെ ഡീപോളിമറൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ദ ലെങ്ത് ഓഫ് കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസ് ഇസ് ഗെറ്റിംഗ് ഡിക്രീസ്ഡ്. ഹൗ? ബൈ ഡീപോളിമറൈസേഷൻ. അങ്ങനെ ഡീപോളിമറൈസ് കൊണ്ട് അതിൻ്റെ ലെങ്ത്ത് കുറയുകയാണ്. അങ്ങനെ ലെങ്ത്ത് കുറയുന്നത് കൊണ്ട് വാട്ട് ഹാപ്പൻസ് നോക്കി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന പോലെ ലെങ്ത്ത് ഇത് രണ്ട് പോളിലോട്ട് എടുക്കും. കാരണം ഈ പറയുന്ന നൂലിൻ്റെ നീളം അല്ല, ഈ പറയുന്ന കണക്ഷൻ്റെ നീളം കുറയുമ്പോൾ ക്രോമസോംസ് രണ്ടറ്റത്തോട്ട് പുള്ളിയപ്പെട്ടു. ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് നൗ വി ക്യാൻ സേ നൗ ഇതിനെയാണ് നമ്മൾ അനാഫേസ് 1 എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു അനാഫേസ് ഉണ്ട്, ദാറ്റ് ഇസ് അനാഫേസ് 2. ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ ഒരു പുള്ളിങ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതെന്താണ് ആ പുള്ളിങ് ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ യു ക്യാൻ സീ ദ ലെങ്ത് ഓഫ് ദി പോളാർ മൈക്രോട്യൂബ്യൂൾസ് ഇൻക്രീസസ്. പോളാർ മൈക്രോട്യൂബ്യൂളിൻ്റെ നീളം കൂടുകയാണ്. ഇവിടെയുള്ള പോളാർ മൈക്രോട്യൂബിളിൻ്റെ നീളമല്ല ഇവിടെയുള്ളത്. അങ്ങനെ നീളം കൂടുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, ദ പോൾസ് ആർ ഗെറ്റിംഗ് സെപ്പറേറ്റ്. പോൾസ് പിന്നെയും രണ്ട് വശങ്ങളിലോട്ട് ഭയങ്കരമായിട്ട് സെപ്പറേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോൾസ് ആദ്യം ഇവിടെ ഇരുന്ന പോൾസ് പിന്നെയും അത് രണ്ട് വശങ്ങളിലോട്ട് ദൂരോട്ട് മാറി. അപ്പോൾ പോൾസ് ദൂരോട്ട് മാറുമ്പോൾ ആ പോൾസിൻ്റെ അടുത്തോട്ടാണല്ലോ ക്രോമസോം വരുന്നത്. സോ പ്രോപ്പർ സെപ്പറേഷൻ. എങ്ങനെയെങ്കിലും നമ്മൾ രണ്ടുപേരും രണ്ട് വശങ്ങളിലോട്ട് ഭയങ്കരമായിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. സോ രണ്ട് രീതിയിലാണ് പുള്ളിങ് നടക്കുന്നത്. ഒന്ന്, കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസിൻ്റെ നീളം കുറയുന്ന അനുസരിച്ച് ക്രോമസോംസ് പോൾസിലോട്ട് വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ക്രോമസോംസ് എങ്ങോട്ട് വരുന്നു, പോൾസിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി പോൾസിലോട്ട് വന്നാൽ മാത്രം പോരാ, അപ്പോൾ ദേ ആർ സെപ്പറേറ്റഡ്. ഇവരെ ഫെർദർ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഈ പോൾസിനെ പിന്നെയും ദൂരോട്ട് വലിക്കുക. പോൾസിനെ എങ്ങനെയാണ് ദൂരോട്ട് കൊണ്ടുപോകുന്നത്, പോളാർ ട്യൂബ്യൂൾസ്. ഈ കണക്ഷൻ പോളാർ ട്യൂബ്യൂൾസ് നീളം കൂടും. പോളാർ ട്യൂബ്യൂൾസ് നീളം കൂടുമ്പോൾ പിന്നെയും പോൾസ് ദൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഫൈനലി അങ്ങനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഈ രണ്ട് ഡോട്ടർ ക്രൊമാറ്റിഡ്സിനെയും വളരെയേറെ സെപ്പറേറ്റഡ് ആക്കുന്നത്. നമുക്കത് ഒന്നുകൂടി ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പോൾസ് ഇരിക്കുന്ന പൊസിഷനിലോട്ടല്ലാതെ പോൾസ് പിന്നെ നമുക്ക് ഒന്നുകൂടെ കാണാം. പോൾസിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടു ഇപ്പോൾ ഇവിടെയാണ് പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇനി പോൾസിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. എൻ്റെ പൊസിഷൻ മാറുന്നില്ല, പക്ഷേ പടത്തിൽ കണ്ടോ നമുക്ക് കാണാൻ പറ്റും ദ പോൾസ് ആർ ഫെർദർ മൂവിങ് എപ്പാർട്ട്. കണ്ടോ എൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടെ തുടങ്ങിയതാണ് നമ്മൾ, പക്ഷേ ഇപ്പോൾ അത് മൂവ് ചെയ്ത് പിന്നെയും എന്തോരം മൂവ് ചെയ്യുന്നുണ്ട്, കുറച്ചെങ്കിലും മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ഡയഗ്രമാറ്റ് റെപ്രസെൻറ്റേഷൻ ഇത്രയും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ ഇതാണ് അനാഫേസിൽ നടക്കുന്നത്. സോ അനാഫേസിൽ നടക്കുന്നത് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇതൊക്കെയാണ്. നിങ്ങൾ ഓർക്കേണ്ടത് സെൻട്രോമിയറിൻ്റെ അവിടെ നിന്ന് ഡോട്ടർ ക്രൊമാറ്റിസ് സെൽ സിസ്റ്റർ ക്രൊമാറ്റിസ് സെപ്പറേറ്റഡ് ആയിട്ട് ഡോട്ടർ ക്രൊമാറ്റിസ് ആവുന്നു. പിന്നെ ദേ ആർ പുൾ ടു ദി ബോത്ത് പോൾസ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത ഫേസാണ് എന്താണ് ഇത്, അടുത്ത ഫേസ് നമ്മൾ ടീലോഫേസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ് ടീലോഫേസ്? ടീലോഫേസ് ഓർക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്തൊക്കെയാണോ പ്രോഫേസിലും മെറ്റാഫേസിലും നടന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത് ടെലോഫേസ് എന്ന് പറയുന്നത്. ടെലോഫേസ് എന്ന് പറയും, ടീലോഫേസ് എന്ന് പറയും. യു ക്യാൻ പ്രൊനൗൺസ് ഇറ്റ് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ തെറ്റാതെന്നാണ്. സോ ഈ പറയുന്ന ടീലോഫേസ് അല്ലെങ്കിൽ ടെലോഫേസിൽ നടക്കുന്നത് എന്താണ്, വാട്ട് എവർ ഹാപ്പൻഡ് ഓൺ ദി പ്രോഫേസ് ആൻഡ് മെറ്റാഫേസ് ഇസ് ഗെറ്റിംഗ് റിവേഴ്സ്ഡ് ഹിയർ. നൗ എന്തൊക്കെയാണ് നമ്മൾ പ്രോഫേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ടീലോഫേസ് മെയിൻലി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ പ്രോപ്പറായിട്ട് ടീലോഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഡോട്ടർ ക്രൊമാറ്റിഡ്സും പോൾസിൽ എത്തിക്കഴിയുമ്പോഴാണ് ടീലോഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പോൾസിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു തുടങ്ങും, ക്രോമസോംസ് ഡീകണ്ടൻസ്ഡ് ആവുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, അവർ ചുരുളഴിയുന്നതായിട്ട് നമുക്ക് കാണാം. ദേ ബിക്കംസ് ഡീകണ്ടൻസ്ഡ്.
അപ്പോൾ നമ്മുടെ പ്രോഫേസിൽ എന്താ പറഞ്ഞാൽ ഒരു കണ്ടൻസ്ഡ് ആയി എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഡീകണ്ടൻസ്ഡ് ആയി. ഇനി അടുത്ത പോയിന്റ് എന്താണ്? പ്രോഫേസ് നമ്മൾ പറഞ്ഞു മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കുകയെന്ന് പറഞ്ഞാൽ പ്രോ മെറ്റാഫേസിൽ. ഇവിടെ എന്താണ് സ്പിൻഡിൽ ഫോർമേഷൻ? എന്താണ് സ്പിൻഡിൽ ഡിസപ്പിയർ ചെയ്യാണ്, അല്ലെങ്കിൽ അവർ ഡിസംബിൾ ചെയ്യാണ്, അല്ലെങ്കിൽ അവരെന്താ ഡീപോളിമറൈസേഷൻ നടക്കുകയാണ്. ആർക്ക്? സ്പിൻഡിൽ ഫൈബേഴ്സിന് ഡീപോളിമറൈസേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സ് ഗെറ്റിംഗ് ഡീപോളിമറൈസ്ഡ്. പിന്നെ എന്താ നടക്കുന്നത്? നമുക്ക് വേറൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾജി അപ്പാരറ്റംസും റീഅസംബിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾജി അപ്പാരറ്റംസ് റീഅസംബിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് വേറൊരു കാണാൻ പറ്റും. നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ക്രോമസോംസിന് ചുറ്റും നമുക്ക് എന്ത് കാണാം? ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅസംബിൾ ചെയ്യുന്നതായിട്ട്, ന്യൂക്ലിയർ പോർ കോംപ്ലക്സും റീഅസംബിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇത്രയുമാണ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ടീലോഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ടീലോഫേസിൽ കാണാൻ പറ്റുന്നത്? ക്രോമസോമിൻ്റെ ഡീകണ്ടൻസേഷൻ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ക്രോമസോമിൻ്റെ ഡീകണ്ടൻസേഷൻ കണ്ടു. അതിന് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ റീഅസംബ്ലി കണ്ടു. വെസിക്കിൾസിൽ നിന്നൊക്കെ നേരെ റീഅസംബിൾ ചെയ്യുന്നതായിട്ട് കണ്ടു. ന്യൂക്ലിയോലസിൻ്റെ ഫോർമേഷൻ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്താ കാണുന്നത്? സ്പിൻഡിൽ ഫൈബറിൻ്റെ ഡീപോളിമറൈസേഷൻ നമ്മൾ കണ്ടു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ കാണുന്നത്? ടീലോഫേസിൽ കാണുന്നത്. ഓക്കെ, സോ അതോടുകൂടി ഇപ്പോൾ ടീലോഫേസിൻ്റെ എൻഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? യു ക്യാൻ സീ 2 daughter nuclei at the end of telophase. On a single cell you can see 2 daughter nuclei. ഇതാണ് നമ്മൾ ടീലോഫേസിൻ്റെ അവസാനം കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് സൈറ്റോകൈനസിസ്. നൗ സൈറ്റോകൈനസിസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സംടൈംസ് ഇറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് മൈറ്റോസിസ്. എം ഫേസിൻ്റെ പാർട്ടായിട്ടല്ല, അല്ലെ മൈറ്റോസിസിൻ്റെ പാർട്ടായിട്ടല്ല പറയുന്നത്, എം ഫേസിലാണ് നമ്മൾ പറയുന്നത്. എം ഫേസിൽ മൈറ്റോസിസും ഉണ്ട് സൈറ്റോകൈനസിസും ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഞാൻ സൈറ്റോകൈനസിസ്, എം ഫേസിൽ സൈറ്റോകൈനസിനാണ് പറയുന്നത്. നൗ വാട്ട് ഇസ് ദിസ് സൈറ്റോകൈനസിസ്? നൗ സൈറ്റോകൈനസിസ് എന്താണെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, ദിസ് ഇസ് ദി ഫൈനൽ ഡിവിഷൻ ഓഫ് സെൽ. ഇത്രയും നേരം നമ്മൾ മൈറ്റോസിസ് പറഞ്ഞുകൊണ്ടിരുന്ന ന്യൂക്ലിയർ ഡിവിഷനെ കുറിച്ചാണ്, ന്യൂക്ലിയസിൻ്റെ ഡിവിഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്? ദ സെൽ ഇസ് ആക്ച്വലി ഗെറ്റിംഗ് ഡിവൈഡഡ്. സെല്ല് ഓൾറെഡി ബാക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു അല്ലേ? സെല്ല് ഡിവൈഡ് ചെയ്യാണ്ട് ഓർഗനൽസിനെ പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചു. G2 ഫേസിലൊക്കെ ഓർഗനൽസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചു. ന്യൂക്ലിയസ് നമ്മൾ ഓൾറെഡി എം ഫേസിൽ ഡിവൈഡ് ചെയ്തു. ഇനി അതിൻ്റെ സെൽ ഡിവിഷനാണ് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്? ഈ ഒരു സ്റ്റെപ്പ് സെൽ ഡിവിഷൻ്റെ സൈറ്റോകൈനസിൻ്റെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ മൈറ്റോസിസുമായിട്ട് ഓവർലാപ്പ് ചെയ്യും കേട്ടോ. അതായത് കറക്റ്റ് 2 ന്യൂക്ലിയസ് ഉണ്ടായതിന് ശേഷമല്ല എന്ത് നടക്കുന്നത്, സൈറ്റോകൈനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ അനാഫേസിലും ടെലോഫേസിലും, അനാഫേസിൽ തന്നെ ചെറുതായിട്ട് സൈറ്റോകൈനസിസ് സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള സൈറ്റോകൈനസിസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. നൗ ഈ ഒരു പ്രോസസ്സ് രണ്ട് ഡിഫറെൻ്റ് ആണ്. പ്ലാന്റ്സിൽ കാണുന്ന സൈറ്റോകൈനസിസ് അല്ല, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ എങ്ങനെയാണോ സൈറ്റോകൈനസിസ് നടക്കുന്നത് അതുപോലെ അല്ല ആനിമൽസിൽ സൈറ്റോകൈനസിസ് നടക്കുന്നത്. നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ആനിമൽസിൻ്റെയാണ്. പ്ലാന്റ്സിനെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൻ ആനിമൽസ് ഒരു റിംഗ് ഓഫ് പ്രോട്ടീൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടായതിന് ശേഷമാണ് കാണിക്കുന്നത്. എന്നാലും ഒരു അനാഫേസ് ഒക്കെ ആകുമ്പോൾ ഒരു റിംഗ് ഓഫ് പ്രോട്ടീൻ എവിടെ ഉണ്ടായി വരും? സെല്ലിൻ്റെ ഇക്വറ്റോറിയൽ, സെല്ലിൻ്റെ നടുക്ക് ഉണ്ടായി വരും. നൗ ദിസ് റിംഗ് ഓഫ് പ്രോട്ടീനെ നമ്മൾ കോൺട്രാക്റ്റിൽ റിംഗ്, നൗ ദിസ് ഇസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ, കുറേ മൈക്രോട്യൂബ്യൂൾസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റിംഗ് ഓഫ് പ്രോട്ടീനെയാണ് നമ്മൾ കോൺട്രാക്റ്റിൽ റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിംഗ് ഓഫ് പ്രോട്ടീൻ എവിടെ വന്ന് അസോസിയേറ്റ് ചെയ്യും? പ്ലാസ്മ മെംബ്രെയിനിൽ. എവിടെയാണ്? സെല്ലിൻ്റെ ഇക്വറ്റോറിയൽ റീജിയൻ, സെല്ലിൻ്റെ നടുക്കുള്ള റീജിയനിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് ഈ റിംഗ് ഓഫ് പ്രോട്ടീൻസ് വന്ന് അറ്റാച്ച്ഡ് ആവും. അപ്പം നമ്മുടെ മുറിനെ ആലോചിക്കുക. നമ്മുടെ മുറിക്കുള്ളിലാണ് സെല്ലെങ്കിൽ മുറിയുടെ അകത്ത് ഭിത്തിയിൽ അവിടെയൊക്കെ ഭിത്തിയിൽ കറക്റ്റ് നടുക്കായിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു കുറേ പ്രോട്ടീൻസ് വന്ന് ഒരു വള പോലെ വന്നിരിക്കും. എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിനാണ് കോൺട്രാക്റ്റിൽ റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത്? കോൺട്രാക്റ്റിൽ റിംഗ് സ്റ്റാർട്ട്സ് ടു കോൺട്രാക്ട്, അത് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. കോൺട്രാക്റ്റിൽ റിംഗ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ കോൺട്രാക്റ്റിൽ റിംഗ് ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? പ്രോട്ടീൻസ് ആണ്, പ്ലാസ്മ മെംബ്രെയിനായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ കോൺട്രാക്റ്റിൽ റിംഗ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആരും കൂടെ അകത്തോട്ട് വരും? ഈ പറയുന്ന പ്രോട്ടീൻസ് കൂടെ ഉള്ളിലോട്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻസ് അല്ല, പ്ലാസ്മ മെംബ്രെയിൻ കൂടെ ഉള്ളിലോട്ട് ഉൾവരും. അങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലോട്ട് വന്ന് അത് പിഞ്ച്ഡ് ഓഫ് ആവും. കണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ഒരു ക്ലീവേജ് ഫറോ ഉണ്ടായ ശേഷം ഇങ്ങനെ പിഞ്ച് ഓഫ് ചെയ്ത് വരുമ്പോൾ ഒരു ക്ലീവേജ് ഫറോ ഉണ്ടാവും. ഫറോ അങ്ങനെ കൂടി വന്ന് 2 സെല്ലും രണ്ടായിട്ട് സെപ്പറേറ്റഡ് ആവും. അങ്ങനെ 2 സെൽ വിൽ ബി കവേർഡ് ബൈ ഇറ്റ്സ് ഓൺ സെൽ മെംബ്രെയിൻ. നൗ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്. പ്ലാന്റ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഒരു സെൽ പ്ലേറ്റ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാകും. അതായത് പ്ലാസ്മ മെംബ്രെയിൻ്റെ അടിയിൽ സെല്ലിൻ്റെ നടുക്ക് വെച്ച് സെൽ പ്ലേറ്റ് ഉണ്ടാകും. ആ സെൽ പ്ലേറ്റിലോട്ട് പ്ലാസ്മ മെംബ്രെയിനും
ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഡിവിഷൻ. നമ്മളെ സെല്ലിൻ്റെ മുറിക്കകത്തൊരു ഡിവൈഡറൊക്കെ വരില്ലേ, ചില വീട്ടിൽ ഡൈനിങ് റൂമിൻ്റെയും ലിവിങ് റൂമിൻ്റെ ഇടയിൽ നമ്മളൊരു ഡിവൈഡർ കൊണ്ട് വെക്കില്ല, അതുപോലെ ആദ്യം ഒരു സെൽ പ്ലേറ്റ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സെൽ പ്ലേറ്റിലോട്ട് പിന്നെ സെൽ വാളും പ്ലാസ്മ മെംബ്രെയിനും ഫോം ചെയ്യും. അങ്ങനെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് എവിടെ. അങ്ങനെയാണ് മെയിൻലി പ്ലാന്റ്സിൽ നടക്കുന്നത്. ആനിമൽസിൽ അങ്ങനെയല്ല നടക്കുന്നത്. ആനിമൽസിൽ നടക്കുന്നത് നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്ന പോലെയാണ് ആനിമൽസിൽ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചില മുട്ടയൊക്കെ നൂല് കൊണ്ട് കെട്ടി മുട്ടയൊക്കെ ഡിവൈഡ് ചെയ്ത് മുറിച്ചെടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ലൈഫ് ക്ലാസ്സിലാണെങ്കിൽ കുറച്ചും കൂടെ വേറെ രീതിയിൽ കാണിച്ചു തരാമായിരുന്നു. ബട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് മീ എ കോൾ ഓർ ജസ്റ്റ് വാട്സ്ആപ്പ് മീ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും ദിസ് ഇസ് ഹൗ സെൽ ഡിവിഷൻ ആക്ച്വലി ടേക്സ് പ്ലേസ്. ഓക്കെ, സോ അതോട് കൂടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ സെൽ അങ്ങ് ഡിവൈഡ് ചെയ്യും, അതോടുകൂടി എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സൈറ്റോകൈനസിസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഞാൻ മൈറ്റോസിസിൻ്റെ പല പല സ്റ്റേജസിനെ ഒന്നുകൂടി ഒന്ന് കാണിച്ചേക്കുകയാണ്. ഇവിടെ ഡയഗ്രാംസ് വളരെ നല്ല ഡയഗ്രാംസ് ആണിത്. ബട്ട് ഇങ്ങനെ ഡയഗ്രാംസ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ യു ഹാവ് ടു ലേബിൾ ദ പാർട്സ് കേട്ടോ. ഇവിടെ ഡയഗ്രാംസ് ആർ നോട്ട് ലേബിൾഡ്. ഇത് സ്പിൻഡിലാണെന്നും ഇത് ന്യൂക്ലിയസ് ആണെന്നും ക്രോമസോം ആണെന്നൊക്കെ ലേബിൾ ചെയ്യണം. എന്നാൽ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പ്രോഫേസിൽ കണ്ടൻസേഷനും മെറ്റാഫേസിൽ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസും ഡിസപ്പിയർ ചെയ്യുന്ന കാര്യം, സ്പിൻഡിൽ ഫോർമേഷൻ, ഇവിടെ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോം ഇൻ ദി മെറ്റാഫേസിക് പ്ലേറ്റ്, ഇവിടെ പുള്ളിങ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡോട്ടോ ക്രോമാറ്റിഡ്സും പുള്ളിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് യെസ് പോളാർ മൈക്രോട്യൂബിൾസിൻ്റെ കാര്യം ഇവിടെ കാണിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഡയഗ്രത്തിൽ. ഇവിടെ യു ക്യാൻ സീ ദ ടെലോഫേസിൽ ഈ പറയുന്ന ഒരു ഡീകണ്ടൻസേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ, ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയർ ഷോൺ ഹിയർ. ആൻഡ് ഇവിടെ സൈറ്റോകൈനസിസിൻ്റെ സ്റ്റേജസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി നിങ്ങൾക്ക് മൈറ്റോസിസ് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് നോക്കാം. നൗ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്? നൗ മൈറ്റോസിസിൻ്റെ പ്രത്യേകത തന്നെ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ഡിവിഷൻ ആൻഡ് ഐഡൻറ്റിക്കൽ ഡിവിഷൻ. അതായത് ഒരു പാരൻറ്റ് സെല്ലിൽ നിന്നും 2 ഡോട്ടർ സെൽസ് ഉണ്ടാവുകയാണ്. 2 ഡോട്ടറിനും ഈക്വൽ എമൗണ്ട്, പാരൻറ്റിന് 46 ക്രോമസോമാണ്, 2 ഡോട്ടേഴ്സിനും 46 ക്രോമസോംസ് ആണ് കിട്ടുന്നത്. പേരൻറ്റിനുള്ള അതേ ജനറ്റിക് കോമ്പോസിഷനിലുള്ള ഡോട്ടർ ക്രോമസോംസിന് തന്നെയാണ് ഡോട്ടർ സെൽസിനും കിട്ടുന്നത്. സോ ജനറ്റിക് ഐഡൻറ്റിറ്റി ഈസ് മെയിൻറ്റെയിൻ ആൻഡ് ക്രോമസോം നമ്പർ ഇസ് മെയിൻറ്റെയിൻ. അതാണ് മൈറ്റോസിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി ഇവിടെ നടക്കുന്ന വെച്ചാൽ ഇത് മെയിൻലി എവിടെയാണ് മൈറ്റോസിസ് നടക്കുന്നത്? മെയിൻലി ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസം, റിപ്പയർ ഓഫ് ദി ഓർഗാനിസം, റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡ് ആൻഡ് വോണ്ട് ഔട്ട് സെൽസ്, അവിടെയൊക്കെയാണ് നമുക്ക് മൈറ്റോസിസ് കാണാൻ പറ്റുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ആസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ബഡ്ഡിങ്ങിൽ നമുക്ക് മൈറ്റോസിസ് കാണാൻ പറ്റും. എന്നാലും നമ്മൾ ഈ ഒരു കേസിൽ വരുമ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സിലൊക്കെയാണ് നമുക്ക് മൈറ്റോസിസ് മെയിൻലി കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ മൈറ്റോസിസ് ഇത്രയുമാണ് മൈറ്റോസിസ് ഉള്ളത്. വിത്ത് ഡയഗ്രാംസ് എല്ലാ മൈറ്റോസിസും നിങ്ങൾ പഠിക്കണം, നോട്ട്സ് ചെയ്ത് പഠിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ മൈറ്റോസിസ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് മിയോസിസ് കുറച്ചും കൂടി കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ബിക്കോസ് ഒരുപാട് പ്രാവശ്യം ഞാൻ മൈറ്റോസിസ് അല്ലെങ്കിൽ മിയോസിസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും സാധാരണ വരാറുണ്ട്. സോ മൈറ്റോസിസ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പോർഷൻസ് ആണ് ഇതൊക്കെ. സോ ഇതൊന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ താങ്ക് യു സ്റ്റുഡൻസ്.